Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ WWE എലിമിനേഷൻ ചേംബർ ഗോഹോം എപ്പിസോഡ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? റോ, സ്മാക്ഡൗൺ, NXT ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. മൂന്നും നൈസായിരുന്നു. റോയുടെ AJ സ്റ്റൈൽസിന്റെ ട്രിബ്യൂ എഴുതിയതിൻ്റെതും നല്ലതായിരുന്നു. പിന്നെ NXT ചാമ്പ്യൻഷിപ്പിൽ എല്ലാവരും ഒത്തിരി മാച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം നൈസായിരുന്നു. പിന്നെ നമ്മുടെ സ്മാക്ക് ഡൗൺ ആണെങ്കിലും അത്യാവശ്യം ഒരു ഇവന്റ് ഫുൾ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവറോൾ ഒരു നല്ലൊരു വീക്ക് തന്നെയായിരുന്നു ആസ് എ പ്രോ റെസ്ലർ എന്ന് പറയാം. കുറച്ച് സംഭവങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം മൺഡേ നൈറ്റ് റോയിൽ തുടങ്ങുവാണെങ്കിൽ എസ്പെഷ്യലി അത് AJ സ്റ്റൈൽസിന് വേണ്ടി തന്നെയുള്ള ഒരു എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് അത് തോന്നി. അത് എല്ലാവരും AJ സ്റ്റൈൽസിന്റെ ആ ലാസ്റ്റ് സ്പീച്ചും കാര്യങ്ങളും എല്ലാം, അതെ, ട്രിബ്യൂ എല്ലാവരും വന്നു. ഈവൻ TNA ഉണ്ടായിരുന്ന അതെ, അപ്പം എല്ലാരും അത്യാവശ്യം. ബോബി റൂഡ് ഉണ്ടായിരുന്നു. നല്ലൊരു കാര്യമാണ്. ജോർജിയയിൽ അവന് നല്ലൊരു ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റി. റിട്ടയർമെന്റിൽ അവന് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു കാര്യമാണ്. 10 വർഷം കൊണ്ട് WWE അവൻ നല്ലൊരു പേരെടുത്തു. TNA-യിലാണ് അവൻ വളർന്നതെങ്കിലും WWE 10 വർഷം കൊണ്ട് അവനൊരു റെസ്പെക്ട്ഫുൾ കരിയർ ഉണ്ടാക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, എല്ലാവരും WWE-യുടെ മെയിൻ ആൾക്കാർ പോലും അവനെക്കുറിച്ച് പറഞ്ഞു. സ്റ്റോൺ കോൾഡ് പറഞ്ഞ ദി ബെസ്റ്റ് റെസ്ലർ എന്നാ പറഞ്ഞത്. അവനെ സംബന്ധിച്ചോളം അത് വലിയൊരു ഓണറാണ്. TNA എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ആകാന്ന് പറയുന്നത്. അതെ, ഈവൻ അണ്ടർടേക്കറിന്റെ റിട്ടേൺ നൈസായിരുന്നു. അത് അണ്ടർടേക്കർ WWE ഹോൾ ഓഫ് ഫെയിമിലോട്ട് AJ സ്റ്റൈൽസിനെ ഇൻഡക്ട് ചെയ്ത് നൈസായിരുന്നു. അത്യാവശ്യം നമ്മളത് നമ്മുടെ ഷോർട്സ് ആയിട്ട് അത് ഷെയർ ചെയ്തായിരുന്നു അന്നേരം തന്നെ നമ്മൾ. നൈസായിരുന്നു. ആ ഒരു എൻ്റയർ റോയുടെ എപ്പിസോഡ് ഫുള്ളായി ഡെഡിക്കേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നി. ഇതായിരുന്നു ഓൾവേസ് അവരുടെ പ്ലാൻ. ഈ ജോർജിയയിലൊരു ഷോ ഉണ്ട്, അപ്പം അവിടെ AJ സ്റ്റൈൽസിന് ട്രിബ്യൂട്ട് കൊടുത്ത് അത് തീർക്കാമെന്നുള്ളതായിരുന്നു ഒന്നും അവരുടെ പ്ലാൻ. എന്നായിരുന്നാലും അത് നല്ലപോലെ അവർ ചെയ്തു. എസ്പെഷ്യലി റോ എപ്പിസോഡ് ഫുള്ള് ഓൾമോസ്റ്റ് ഒത്തിരി ഇവൻറ്റ്ഫുൾ ഒന്നും അല്ലായിരുന്നു. പക്ഷേ മോസ്റ്റ്ലി റോയിൽ നടന്ന മുഴുവൻ AJ സ്റ്റൈൽസിനുള്ള ട്രിബ്യൂട്ടിലൂടെയുള്ള കാര്യങ്ങളും പിന്നെ എലിമിനേഷൻ ചേംബറിൻ്റെ ലീഡപ്പും. അപ്പം എലിമിനേഷൻ ചേംബർ എങ്ങനെയാണ് ഇനി എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് റോയിൽ കുറച്ച് നടന്നത്. അല്ലാതെ ഒത്തിരി ഇവൻ്റ് ബാക്കി NXT-യിൽ സ്മാക്ഡൗണിലാണ് ബാക്കി ഇവൻ്റ് എല്ലാം നടന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ബ്രോൺസൺ റീഡിൻ്റെ ഇഞ്ചുറി. അത് അൺഫോർച്ചുനേറ്റ് ആണ്. എന്നാലും ഹോപ്പ്ഫുള്ളി ഹി ഗെറ്റ്സ് ബെറ്റർ സൂൺ എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം വിഷൻ്റെ എല്ലാ മെമ്പേഴ്സും ഇപ്പം ഒറിജിനൽ മെമ്പേഴ്സ് എല്ലാം ഇപ്പം ഷെൽഫിലാണ്, ഇഞ്ചുറി ആയി. അതെ അതെ അതെ, അത് ശരിയാണ്. ഇപ്പം ഓസ്റ്റിൻ തിയറിയും ലോഗൻ പോലും മാത്രം. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേന് നമുക്കിപ്പോൾ റോയിൽ ഉണ്ടായിരുന്ന മാച്ചിൽ ആക്ച്വലി ജെയ് യൂസോ വിക്ടോറിയസ് ആയി. പക്ഷേ അത് സ്മാക്ക് ഡൗണിൽ നമ്മൾ അതിപ്പം നമുക്ക് പറയാം. അത് പറയുമ്പോഴത്തേനും നമുക്ക് സ്മാക്ക് ഡൗണിൽ ഇപ്പം ഫസ്റ്റ് ഇത് തന്നെ ഇതായിരുന്നു, ജെയ്സോയുടെ അറ്റാക്ക് ചെയ്തു. അതെ അതെ, സ്ട്രീ അറ്റാക്ക്. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഹോസ്പിറ്റലിന് വേണ്ടിയുള്ളത് ജേക്കബ് ഫാറ്റു. എനിക്ക് തോന്നുന്നത് അവർ ഫിഗർ ഔട്ട് എങ്ങനെ അവർ ട്രിപ്പിൾ ത്രെട്ടിൽ ബ്രോൺസൺ റീഡിന് ഇഞ്ചുറി പറ്റി. അപ്പോൾ എങ്ങനെയാലും അവർക്കൊന്ന് ഫിഗർ ഔട്ട് ചെയ്യണം ഈ മാച്ച്. അതുകൊണ്ട് ജെയെ ജയിപ്പിച്ചു. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ലോഗൻ പോൾ ശരിക്കും എലിമിനേഷൻ ചേംബറിൽ പുള്ളി ഒരു നൈസ് ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ലോഗൻ പോൾ എന്റർടൈനിങ് ആണ്. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ ജെവോൺ എവൻസും കൂടെ ഉള്ളതുകൊണ്ട് അതൊരു നല്ലൊരു ആംഗിൾ വരുത്താനായിട്ട് അവർക്ക് സാധിക്കും. ഒരു പണ്ട് ലോഗൻ പോളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, റിക്കോഷ്യൻ ലോഗൻ പോളും കൂടെ ഉള്ള ഒരു എയർ കൊളീഷൻ. അതുപോലെ ജെവോൺ എവൻസിനും ഇവനും വേണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സീക്വൻസ് വേണം റെഡിയാക്കാനുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോൾ അവർ അതായിരിക്കും പ്ലാൻ ഒരു പക്ഷേ. പിന്നെ റോയിൽ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ ബ്രോക്ക് ലിസ്ണറിന്റെ തിരിച്ചുവരവ്. ബ്രോക്ക് ലിസ്ണർ പോൾ ഹേമനും കൂടെ തിരിച്ചു വന്നു. റെസ്ൽമേനിയ 42 ഒരു ഓപ്പൺ ചലഞ്ച് പ്രസന്റ് ചെയ്തു. ആക്ച്വലി അത് ഓപ്പൺ ചലഞ്ചിൽ ആര് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പം കണ്ടറിയാൻ വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട്. എനിക്കിപ്പം അതായത് നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ 2 പേരെ എൻ്റെ ഇതിൽ ഞാൻ തോന്നുന്നുള്ളൂ. അത് ഒന്നാമത്തത് LA നൈറ്റ്, രണ്ടാമത്തത് ഗന്ധറാണ്. അപ്പം
പക്ഷേ യാ എൽ എ നൈറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. കാരണം ആ ഒരു റോയൽ റംബിളിന്റെ വെറുതെ ആയിരിക്കില്ലല്ലോ ആംഗിൾ വന്നല്ലേ. അങ്ങനെ ഒരു ഇത് നടന്നത്. ആ ഒരു ആംഗിൾ വന്നതെന്ന് ഒരു ഇതുണ്ട്. അത് ഒരു പക്ഷേ ആയിരിക്കാം. ബ്രോക്ക് ലെസ്നർ എൽ എ നൈറ്റ് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൽ എ നൈറ്റിനെ സ്ക്വാഷ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ആ ഒരു ലൈറ്റ് എന്നാ പറയുന്നത്, ആ ഒരു ഇതിലോട്ട് പോകാനായിട്ട് മൊമെന്റം ശരിക്കും പറഞ്ഞാൽ കളയേണ്ട അതാ ആവശ്യമില്ല മൊമെൻറ്റേ ഇപ്പൊ കില്ല് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു എൽ അതെ എ അതെ നൈറ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്ത് വെച്ച് മാച്ച് പൊക്കോട്ടെ, കുഴപ്പമില്ല. എൽ എ നൈറ്റിനെ ഇച്ചിരി കൂടെ എൽ എ നൈറ്റ് ജയിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ എൽ എ നൈറ്റിനെ ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കി കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു മാച്ച് സെറ്റ് ചെയ്യുകയാണ് ഓക്കെ. പക്ഷേ എൽ എ നൈറ്റ് വന്നാൽ ഗന്ധർ ഓഫ് കോഴ്സ് ഇപ്പം ഒരു റൂമറുള്ളത് ലെസ്നറും ലാസ്റ്റ് ഇയറിലോട്ടാണ് പോകുന്നത്. ലെസ്നറും പയ്യെ വിരമിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഗന്ധറിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ വൈസ് എന്നാ പറയുന്നത്, കരിയർ കില്ലർ എന്നുള്ളൊരു കണക്കിൽ വേണമെങ്കിൽ ബ്രോക്ക് ലെസ്നറിനെതിരെ ഗന്ധർ അങ്ങനെ ഒരു ഇതിലോട്ട് ലീഡ് ചെയ്യാം. പക്ഷെ അങ്ങനെയും ചെയ്യാം. ടൂ അത് സൂൺ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ടൂ സൂൺ എന്നുള്ള ഒരു അതെ. ഇതായിട്ട് തോന്നും. ചിലപ്പോൾ അത് അപ്പം സർവൈവർ സീരീസിലായിരിക്കും അവര് സർവൈവറോ സമ്മർ സ്ലാമിലോ ആയിരിക്കും. സമ്മർ സ്ലാം ആണല്ലോ അടുത്ത വലിയ ഇവന്റ്. അപ്പം ആയിരിക്കും. ബിഗസ്റ്റ് ഇവന്റ് ഓഫ് ദ സമ്മർ എന്ന് പറഞ്ഞാൽ അവർ പുഷ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു കഥ അവർക്ക് കൊണ്ടുപോകാം. എല്ലാ രീതിയിലും നമുക്ക് ആ ചാലഞ്ചിനെ എന്നാ പറയുന്നത്, ഇപ്പം ബ്രോക്ക് ലെസ്നറെ സംബന്ധിച്ചോളം ഇനി വേറെ കോൺട്രാക്ട് ഒക്കെ ഇപ്പൊ ആക്ച്വലി എക്സ്പയർ ആവാറാണ്. ഇപ്പൊ മേ ബി ജെറീക്കോ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ജെറിക്കോ എന്ന് പറയുമ്പോഴാണ് ജെറിക്കോടെ എപ്പോഴും പറയുമ്പോഴാണ് നമ്മൾ ആ മിസ്റ്ററി ബോക്സിലോട്ട് നമ്മൾ കണക്ട് ആണ്. ബോക്സിന്റെ കാര്യം. അതെ അതെ എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ. പക്ഷേ ജെറിക്കോ ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ജെറിക്കോടെ കോൺട്രാക്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് AEW. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ടീസായിരിക്കാം, നമ്മൾ പുറത്ത് പറയാതെ പയ്യെ റിട്ടേൺ അടിക്കാനുള്ള പരിപാടിയായിരിക്കാം. നമുക്ക് കണ്ടിരിക്കാം. എനിക്ക് എന്നാലും ആ ഒരു കാര്യത്തിൽ എക്സൈറ്റഡാ, ആ മിസ്റ്ററി ബോക്സ് എന്നാന്ന് അറിയാനായിട്ടേ. പക്ഷേ സെത്തിൻ്റെ റിട്ടേൺ ആയിരിക്കാം. അത് പറഞ്ഞപ്പോഴാണ് മറ്റേ ആ സ്മാക്ക് ഡൗണിൽ മിസ്റ്ററി അറ്റാക്കറിനെ അവർ റിവീൽ ചെയ്തായിരുന്നു. റോംബോൾ അവൻ്റെ മാസ്ക് വലിച്ചൂരി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എന്ന് പറയുന്നത് ഡോൺ ഫൂരിയോ എന്ന് പറയുന്ന സെത്ത് റോളിൻസിൻ്റെ റെസ്ലിംഗ് അക്കാദമിയിൽ സെത്ത് റോളിൻസ് ട്രെയിൻ ചെയ്ത ഒരു പയ്യനാണ്. ശരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലറാണ്. അപ്പം ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും അവർ ലീഡ് ചെയ്യുമായിരിക്കും സെത്ത് റോളിൻസിൻ്റെ റിട്ടേണിലൂടെ. അതെ അതെ അത് ആക്ച്വൽ മിസ്റ്ററി മാൻ ആണെന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എൻറ്റയർ അവന്റെ ഒരു മാനറിസം തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പെയ്ഡ് ആക്ടർ പോലെ തന്നെ നമുക്ക് തോന്നും. ഇപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്നു. ഇത് പെട്ടെന്ന് ഇപ്പം ബ്രോൺസൺ റീഡിന് ഇഞ്ചുറി ആയി, അതുകൊണ്ട് പെട്ടെന്ന് അവർ ചിലപ്പോൾ ഒരു പ്ലാൻ മാറ്റിയതായിരിക്കാം. കാരണം ഇനിയിപ്പം മിസ്റ്ററി മാൻ അവരെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബ്രോൺസൺ ഷെൽഫിലാണ്, ബ്രോൺ ബ്രേക്കർ ഷെൽഫിലാണ്, ഇപ്പം സെത്തും ഇഞ്ചേർഡാണ്. ഇവരുടെ സെത്തിൻ്റെ റിട്ടേൺ എന്താണെന്ന് അറിയത്തില്ല. റെസൽമേനിയയിലോട്ട് അത് ചിലപ്പം വലിയ ഗുണം ചെയ്യുന്നില്ലല്ലോ. വിഷനിലുള്ളവരെല്ലാം മിഷൻ ഹോസ്പിറ്റലിലാണ് അല്ലേ. പിന്നെ നമുക്ക് എടുത്ത് കുറച്ച് മാച്ചസ് ഉണ്ടായിരുന്നു. ജവാൻ എവൻസും കോഫി കിങ്സ്റ്റണും ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതൊരു അതെ അതെ ആ ഒരു ജനറേഷൻ ഒരു വ്യത്യാസം എന്നുള്ള രീതി നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ കോഫിയുടെ സെറ്റപ്പ് എല്ലാം ഉള്ള രീതിയിൽ. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ ലിവ് മോർഗൻ പിക്ക് ചെയ്തു. ആക്ച്വലി മോഹനായിരുന്നു. അതെ, സ്റ്റെഫനീനെ പിക്ക് ചെയ്തു. സ്റ്റെഫനീനെയാണ് റെസൽമേനിയയിൽ സെലക്ട് ചെയ്യുന്നത്. അതെ 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 അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. കഴിഞ്ഞ വീക്ക് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ആ ഒരു സ്റ്റോറിക്ക് പോകാൻ പറ്റിയതും അതായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഡൊമിനിക്കും കൂടെ ആ ഒരു ഇതിനകത്ത് ഇൻവോൾവ് ആയപ്പോഴത്തേന് അത് നല്ല ഒരു ഇതിൽ തന്നെയാണ്. അത് തന്നെയാണ് നല്ലൊരു ഡിസിഷൻ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. ഇപ്പൊ ഈവൻ ജെയ്ഡായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ജെയ്ഡിൻ്റെ സ്റ്റോറി ലൈൻ വളരെ മോശം. സത്യം ഒന്നും ജെയ്ഡിന് കുറ്റം പറയാമെന്നല്ല, ജെയ്ഡിനും കുഴപ്പമുണ്ട് കയ്യിൽ. ജെയ്ഡ് ഗ്രീനാണ്. ജെയ്ഡ് വർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ജെയ്ഡ് ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന പോലെ അത്ര ഫ്ലോലെസ് ആയിട്ട് ജെയ്ഡിന് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് അവളെ ജെയ്ഡിനെ ചാമ്പ്യൻ ആക്കിയത് ഇപ്പം ഒരു പക്ഷേ അബദ്ധമായെന്ന് അവർക്ക് തോന്നിക്കാണാം. ഖാലിയെ പണ്ട് ചാമ്പ്യൻ ആക്കിയ പോലെ. പക്ഷേ അറിയത്തില്ല, ഒരു പക്ഷേ ഇപ്പം ഒരു ചെറിയ റൂമറുള്ള റിയ റിപ്ലി ചാലഞ്ച് ചെയ്യുമായിരിക്കും എന്നുള്ളതാണ്. ബിയാങ്ക ആയിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ബിയാങ്കയുടെ ഇഞ്ചുറി, ബിയാങ്കയ്ക്ക് റെസ്ലിമേനിയ ടൈമിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷേ ചേഞ്ച് ഓഫ് പ്ലാൻസ് ആയിട്ട് റിയ റിപ്ലി ചാലഞ്ച് ചെയ്യുമായിരിക്കാം. ഇന്ന് അറിയാം എന്താണെങ്കിലും. കാരണം ഇന്നലെ പറഞ്ഞു വന്നപ്പോൾ ഇന്നലെ അവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അവർ ലൂസ് ചെയ്തു.
അതെ അതെ ലാഷ് ലെജൻഡും നാജാക്സും അവർ എടുത്തു. അപ്പം രാജാക്സുമായിട്ട്. ഒരുപക്ഷെ അതെ അതൊരു അതെ ചേഞ്ച് ഓഫ് സ്റ്റോറി ലൈൻ ആയിരിക്കാം, പെട്ടെന്നുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ജെയ്ഡിനെ പോലെ ഒരു വലിയൊരു ബിൽട്ടായിട്ടുള്ള ഒരു വർക്കറിന് വേണ്ടി അതുപോലെ തന്നെ വലിപ്പമുള്ള ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു ഫോർമഡബിൾ ഫോഴ്സ് വേണമല്ലോ ജെയ്ഡിനോട് വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ റിയ റിപ്ലി ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ പിക്ചറിലോട്ട് തിരിച്ചിടുമായിരിക്കാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ആയിരിക്കും. അതെ അതെ. അപ്പം പുതിയ ന്യൂ വിമൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് ടാഗ് ടീം ചാമ്പ്യൻസ് ലാഷ് ലെജൻഡും നാജാക്സും. പിന്നെ റെസ്ൽമേനിയ ഇവര് എങ്ങനെ ആയിരിക്കും ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീക്കുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടറിയാം. ടാഗ് ടീം ഇപ്പം ടാഗ് ടീം പിക്ചർ ഇപ്പോൾ ഒരു പക്ഷേ ട്രിപ്പിൾ ത്രെട്ടോ വല്ല അതെ അതെ ആവാനും അതെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെയ്ലി ലൈറയുണ്ട്. അതുകൊണ്ട് അതെ അതെ. നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു അങ്കിൾ ഹൗഡി സോളോ സിക്കോയെ തോൽപ്പിച്ചു. പിന്നെയും അത് ഇതിനു വേണ്ടി ഉള്ളതായിരുന്നു, നമ്മളെ ലാൻറ്റന് വേണ്ടി ഉണ്ടായിരുന്ന മാച്ച് ആയിരുന്നു. പിന്നെ MFT ലാൻഡ് അങ്ങോട്ട് ഇവന്മാരെങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ആർക്കറിയാം. ഈ ലാൻഡെ പിടിച്ചോണ്ട് ഈ റെസ്ൽമേനിയ പോവാനാണോ ആയിരിക്കാം. ഇപ്പം റെസ്ൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അതായിരിക്കാം. ഇവര് MFT വേഴ്സസ് വൈറ്റ് സിക്സ് ആയിരിക്കാം. അത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അത് വലിച്ചു നീട്ടാതിരുന്നാൽ മതി. റെസ്ൽമേനിയോട് ഒന്നെങ്കിൽ നിർത്തണം, ഇനി അല്ലെങ്കിൽ പാടാം. ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഭയങ്കര പാടാണ്. അതെ അതെ അതെ. ഇപ്പൊ മുന്നേ ബോറടിച്ച് തുടങ്ങുന്നു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആ ഒരു സ്ട്രോങ് സംഗതി വരുന്നില്ല. ഇടയ്ക്ക് ആ സെയിം തന്നെ ഒരു മീഡിയോക്കൊരു സാധനമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ ഒരു കൂടുതൽ അങ്ങോട്ട് കേറുന്നില്ല ഇങ്ങനെ പോയെന്ന് പറഞ്ഞാൽ. ഹോപ്പ്ഫുള്ളി അതൊക്കെ ചേഞ്ച് ആവുമായിരിക്കും വരുന്ന വീക്കുകളിൽ. പിന്നെ അടുത്ത നെക്സ്റ്റ് വീക്കിൽ അപ്പം അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ 1 കണ്ടൻഡറിനെ ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ള ഇതില് സ്മാക്ക് ഡൗണിൽ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് US ചാമ്പ്യൻഷിപ്പ് സ്മാക്ക് ഡൗണിൽ കത്തി നിൽക്കുകയാണ്. പുള്ളി കാർമെലോ ഹെയ്സ് അത്യാവശ്യം നൈസായിട്ട് അത് കൊണ്ട് നടക്കുന്നുണ്ട് സംഗതി. അത് തന്നെയാണ് കാർമെലോ ഹെയ്സും മാറ്റ് കാർഡോണയും ആയിട്ടായിരുന്നു മാച്ച്. കാർമെലോ ഹെയ്സ് വിക്ടറീസ് ആയി. ഇതിനു മുമ്പ് ഇലിയ ഡ്രാഗനോവ് ആയിട്ടൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇലിയ ഡ്രാഗനോവ് ആയിട്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യുന്നു. ആ ഒരു സെഗ്മെന്റ് വളരെ നല്ലതായിട്ട് തോന്നി. കാരണം അതൊരു ഇതാണ് നൈസ് ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു ഫ്യൂച്ചർ മാച്ചിലോട്ട് അത് എന്നാ പറയുന്നത് ഒരു ചെറിയ ഒരു ഹിന്റ് തരുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത്. അപ്പം അതല്ല, ഞാനിപ്പോൾ റെഡിയല്ല, ഞാൻ നിന്നെ റെഡി ആകുമ്പോൾ ചലഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ കൊള്ളാം. ഇത് എന്നാണെന്നറിയോ, ഇനി പയ്യെ ഈ ഓപ്പൺ ചലഞ്ച് മാറ്റണം. ഓപ്പൺ ചലഞ്ചിൻ്റെ സമയം കഴിയാറായി. കാരണം ഏത് സമയം ഓപ്പൺ ചലഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇല്ല. മിഡ് കാർഡ് ടൈറ്റിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് വരത്തില്ല. ഇപ്പം കാർമൽ ഹേഴ്സ് എന്നും വന്നു വെച്ചാൽ ആരിലും ചലഞ്ച് ചെയ്യും, ആരിലും വന്ന് മാച്ച് എന്നിട്ട് ഒന്നെങ്കിൽ തോക്കും അല്ലെങ്കിൽ ഇപ്പം ജയിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് വന്നു കഴിയുമ്പം അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് വരത്തില്ല. ഇത് റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് വേണമല്ലോ, എന്നാലല്ലേ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ചുമ്മാ ഒന്ന് ഓരോ ചലഞ്ച് പണ്ട് ഈ മറ്റേ MMA പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഫൈറ്റ് പോലെ അല്ലല്ലോ. ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടല്ലേ ആൾക്കാർക്കൊന്ന് കണ്ടിരിക്കാനും ഒന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു അവസരം വരുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഒട്ടും ശരിയാകത്തില്ല. അതുകൊണ്ട് ഓപ്പൺ ചലഞ്ചിന്റെ സമയം കഴിഞ്ഞു. അതെ, അല്ല അത് ഓപ്പൺ ചലഞ്ച് എനിക്ക് തോന്നുന്നില്ല. ഇത് റെസ്ൽമേനിയ വരെ ഇവരെങ്ങനെയും ഇത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും സ്വിച്ച് അടിക്കുകയുള്ളൂ എന്നാ തോന്നുന്നത് ഇങ്ങനെ പോയാ. ആയിരിക്കാം അങ്ങനെ. റെസ്ൽമേനിയ വരെ ചിലപ്പം റെസ്ൽമേനിയയിൽ ഒരു പറയുന്ന പോലെ കുറേ പേരുണ്ടല്ലോ മിഡ് കാർഡിൽ, അവരെ വെച്ച് ഒരു 6 മാൻ ചലഞ്ച് മാച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവർക്കും പങ്കെടുക്കാനൊരു അവസരമാണ്. റെസ്ൽമേനിയ എന്ന് പറയുമ്പം ഇത്രയും പേരുള്ളപ്പം കുറച്ച് പേർക്ക് അതുപോലെ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ അവസരമാവും എന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ഡൊമിനിക് മിസ്റ്റീരിയോ എടുത്തിട്ട് പിന്നെ വലിയ അനക്കമൊന്നും ഇല്ല. ഇടയ്ക്കൊന്ന് ജോൺസിനായിട്ട് ഒന്ന് ഡിഫീറ്റ് ചെയ്ത് പിന്നെയും റിട്ടൈൻ ചെയ്തു. അല്ല പിന്നെയും ചാമ്പ്യൻഷിപ്പ് തിരിച്ചു ഡൊമിനിക്കിന്റെ ആയി. അല്ലാതെ വേറെ വലിയ സംഗതികളൊന്നും നടന്നില്ല. പക്ഷെ ഇവരുടെ ക്യാരക്ടർ എത്ര നല്ലതാന്ന് പറഞ്ഞാലും ആ ചാമ്പ്യൻഷിപ്പിന്റെ വില പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഡിഫെൻഡ് ചെയ്യാതിരുന്നാലേ. സ്മാക്ക് ഡൗണിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒബാഫെമിയും മിസ്സിന്റെ ഇതായിട്ടുള്ളത്. മിസ് സാധാരണ ഒരു പുതിയ ഒരാൾ ഇതിലോട്ട് വരുമ്പോഴത്തേനും ചെയ്യുന്ന ഇതുപോലെ തന്നെ മിസ് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി തുടങ്ങി.
പിന്നെ ഒബാഫെമി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തരിപ്പണമാക്കി പെട്ടെന്ന് തന്നെ മാച്ച് കഴിഞ്ഞു. സ്ക്വാഷ് മാച്ച് ആയിരുന്നല്ലേ, പെട്ടെന്ന് പരിപാടി തീർത്തു. അതെ 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 അതെ. പിന്നെ പിന്നെ ചാമ്പ്യൻഷിപ്പിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൊത്തം ഇപ്പൊ നമ്മൾ ഇപ്പോൾ NXT ആയിരുന്നു ഈ ആഴ്ചയിൽ ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ മുൻപിൽ നിന്നത്. അത് പ്രത്യേകം അതെ അതെ നല്ല ഇവന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രത്യേകം ഇത് പറഞ്ഞതാണ്, നമ്മുടെ സോൾഡറുക്ക മാച്ച്. സാറി അല്ലേ? അതെ, സോൾഡറുക്ക ഷാറിയയുടെ ഇത്. അപ്പം സോൾഡറുക്ക എന്താണെങ്കിലും അതൊരു നല്ല ആംഗിളും ആയിരുന്നു ആക്ച്വലി. ആ മാച്ച് തുടങ്ങുന്ന ഇടയ്ക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല, ആദ്യം തന്നെ അവർ അറ്റാക്ക് ചെയ്തു. അപ്പം ജെയ്സിക്ക് ഈസി ആയിട്ട് വിക്ടറീസ് ആവാൻ ജയിക്കാൻ പറ്റി. പറ്റി. പിന്നെ അതെ അതെ പിന്നെ അടുത്ത ആഴ്ച ആക്ച്വലി സാരി ആയിട്ടാണ് ചലഞ്ച് ജെയ്സി ചെയ്യുന്നത്. ജെയിംസ്. അതെ അതെ. അപ്പൊ ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു സോൾഡറുക്കയുടെ ഇത് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. പിന്നെ അതെ അത് ഫ്യൂച്ചർ അത് ഒന്നെങ്കിൽ ഈ സീൻ അവർ ട്രിപ്പിൾ ത്രെറ്റ് ആയിട്ട് WrestleMania വീക്കെൻഡ് വരെ കൊണ്ടുപോകല്ലേ? വീക്കെൻഡിൽ കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഇപ്പം ഇവരുടെ രണ്ടുപേരുടെ ഫ്യൂഡായിട്ട് ഷാരിയ സോൾഡറൊക്കെ ആയിട്ടായിരിക്കാം പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതൊരു നല്ലത്, അത് ഓൾറെഡി ഓവർ ഡ്യൂ ആയ സാധനമാണ്. അപ്പം നന്നായി, കഴിഞ്ഞ ആഴ്ചയെങ്കിലും അത് നടന്നത് നന്നായി. അതെ, കുറച്ച് നാളായിട്ട് അവർ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെ നല്ല കാര്യം. ഇപ്പോൾ സോൾഡറുക്ക പോകുന്നതിന് മുമ്പ് സാരിക്ക് കിട്ടുന്ന ഒരു ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റായിട്ട് അതിനെ കണ്ടാൽ മതി. കാരണം സാരിയ എന്ന് പറയുമ്പം ഓസ്ട്രേലിയയുടെ ഇൻഡിപെൻഡൻസിലൊക്കെ ഒരു എന്നാ പറയുന്നത്, നെക്സ്റ്റ് ബിഗ് തിങ് ആ സാരിയ. ഈ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഭയങ്കര ആരോഗ്യമുള്ള ഒരു ക്യാരക്ടറാണ് സാരിയുടെ. എല്ലാവരും എടുത്തിട്ട് പൊക്കുകയും മറിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വന്നപ്പം സാരിക്ക് കിട്ടിയ ഒരുമാതിരി ഒരു എന്നാ പറയുന്ന ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ക്യാരക്ടർ വർക്ക് ഇച്ചിരൂടെ ഒരു നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സാരിയെ കാണാൻ പറ്റി. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു പവർ ഹൗസ് ക്യാരക്ടറിലോട്ട് സാരിക്ക് ഇതുവരെ വരാൻ പറ്റില്ല. പക്ഷെ ഒരു പക്ഷേ അത് ഇനി ഷോക്കേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സാരിയുടെ ആ സ്കിൽസൊക്കെ ഇനി പയ്യെ ഷോക്കേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന് പറ്റിയൊരു അവസരമാണ്. അതെ ശരിയാ. സോൾഡറുക്ക് ഇനിയും ചാമ്പ്യൻഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രൂവൺ ആണ്. സോൾഡറുക്ക് പ്രൂവ് ചെയ്തു. ഇപ്പം നെക്സ്റ്റ് നിന്നിട്ടും കാര്യമൊന്നും ഇല്ല. മെയിൻ റോസ്റ്ററിലോട്ട് കയറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. എല്ലാ വീക്കിലും അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, മെൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, അതൊരു സർപ്രൈസിങ് ആയിരുന്നു ആക്ച്വലി. നമ്മുടെ ഇവരായിട്ട് NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആണോ? ഐ തിങ്ക് അതെ NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വാനിറ്റി പ്രോജക്റ്റും ഡാർക്ക് സ്റ്റേറ്റും. വാനിറ്റി പ്രോജക്റ്റ് ഇതിന് 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പറയുന്നുണ്ട് നല്ല പുഷ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ പ്രതീക്ഷിച്ചില്ല. ടോണി ഡിയാഞ്ചലോ വന്ന് ഇടയ്ക്ക് ഇതാക്കി. അതെ, ഇടയ്ക്ക് കയറി. അതെ അതെ. പിന്നെ സ്റ്റോറി അതാണ്. ടോണി ഡിയാഞ്ചലോ റിഡംഷന് വന്നേക്കുവാ. ടോണി ഡിയാഞ്ചലോയുടെ കുടുംബം നശിപ്പിച്ചു. അപ്പം അവൻ അതിന് പക വീട്ടാൻ വന്നേക്കുന്ന ദ ഫൈനൽ ബോസ് എന്നുള്ള ഒരു ക്യാരക്ടറിലോട്ടാണ് ഇപ്പോൾ ടോണി ഡിയാഞ്ചലോയുടെ. അപ്പം അതിന് നല്ലതാണ്, ആ ഒരു പക വീട്ടിയതാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തോപ്പിച്ച്. അതെ അതെ അതെ. പിന്നെ പറയാന് പിന്നെ ഒരു നമ്മുടെ സ്പീഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഇതുണ്ടായിരുന്നു. ജാസ്പർ ട്രോയും ഇലിയോ ലെഫ്ലറും പിന്നെ അതൊരു ട്രിപ്പിൾ ത്രെട്ട് ആയിരുന്നു തോന്നുന്നു അല്ലേ? ട്രിപ്പിൾ ത്രെട്ട് ആയിരുന്നു. മറ്റേ ഇലൈനൈറ്റും. അതെ അതെ അതെ. അത് ഫസ്റ്റ് ട്രിപ്പിൾ ത്രെട്ട് ആണ് ആക്ച്വലി. സ്പീഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഫസ്റ്റ് ട്രിപ്പിൾ ത്രെട്ട് ആണ് ആക്ച്വലി. ഇതില് അതും ഒരു അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. ഒരു ട്രിപ്പിൾ ത്രെട്ട്, ഐ മീൻ സ്പീഡിന്റെ അതുപോലത്തെ ഒരു ചാമ്പ്യൻഷിപ്പ്, അത്ര പെട്ടെന്നുള്ള ഒരു സെഗ്മെന്റ്, അത്ര സ്പീഡായിട്ടുള്ള ഒരു മാച്ചസിന്റെ സെഗ്മെന്റിൽ നല്ലൊരു പരിപാടിയായിരുന്നു. കാരണം ഈ ജാസ്പർ ട്രോയ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അത്രയും വലിപ്പമുള്ള ഒരുത്തനെ ഈ സ്പീഡ് ചാമ്പ്യൻ ആക്കി വെച്ച് എത്ര നാളും അവർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. ഇതുപോലുള്ള വലിപ്പം കുറഞ്ഞ ഹൈ ഫ്ലയേഴ്സിനും അങ്ങനെയുള്ള അജയിലായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ഷോക്കേസ് ആകാനായിട്ടും ഒന്ന് ചെയ്യാൻ സെറ്റപ്പ് ആകാനായിട്ടും പറ്റിയൊരവസരം. അല്ല, അത് വേണം, അങ്ങനെ തന്നെ പോകണം ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ഓർത്തു ഈ ജാസ്പർ ട്രോയ് ഒക്കെ എടുത്ത് എന്തുകൊണ്ടാണ് ഇപ്പം ബാക്കി ഇതുപോലെ നമ്മുടെ ഒബാഫെമി പോലെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറും ആ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലല്ലോ. കുറച്ചും കൂടെ ക്രൂസർ വെയിറ്റ് സെറ്റപ്പാണ് അവരും ഈ ചാമ്പ്യൻഷിപ്പും കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ആദ്യം എന്ന് തോന്നി. പിന്നെ എന്താണ്
സ്പീഡ് എന്തുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് ക്രൂസർ വെയിറ്റ് ഡിവിഷൻ എന്നുള്ള ഔട്ട്സൈഡ് ഓഫ് ദ വെയിറ്റ് ഇല്ല? ഡിവിഷൻ ആണെന്ന് തോന്നുന്നു സ്പീഡ്. കാരണം അതെ ഈ അതെ അതെ. സ്പീഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിവിഷൻ TNL എക്സ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു വകഭേദമാണ്. ടൈം ലിമിറ്റ് ഉണ്ടെന്നുള്ളൂ ഇതിനകത്ത്. മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ടൈപ്പ് ഓഫ് ബെൽറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ പോൾ ലണ്ടൻ, പണ്ടത്തെ പോൾ ലണ്ടൻ, ബ്രയൻ ഹെൻഡ്രിക്ക് പോൾ ലണ്ടൻ പണ്ട് ഇത് പിച്ച് ചെയ്താ ഈ ഐഡിയ വിൻസ് മക്മാൻ്റെ അടുത്ത്. ഇവൻ ക്രൂസർ വെയിറ്റ് നശിപ്പിച്ചേച്ച് പുതിയൊരു ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതുപോലെ ടൈം ലിമിറ്റ് ഉള്ള തരത്തിൽ ഒരു ബെൽറ്റ് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാന്നുള്ള രീതിയിൽ. എക്സ് ഡിവിഷൻ്റെ ഒരു വകഭേദം എന്ന് പറയാം, പക്ഷേ ടൈം ലിമിറ്റ് വെച്ച്. പക്ഷെ അന്ന് വിൻസ് മക്മാൻ അത് വലിയതായിട്ട് പിടിച്ചൊന്നുമില്ല. അവർക്ക് ക്രൂസർ വെയിറ്റ് എന്ന് പറഞ്ഞ ഡിവിഷൻ തന്നെ വേണമെന്നുള്ള രീതിയിൽ അത് പോയി. പക്ഷേ ക്രൂസർ വെയിറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഒരു പ്രാവശ്യം റിട്ടയർ ആയി. അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ അതും പോയി. പിന്നെ മെയിനായിട്ട് നമുക്ക് പറയേണ്ട ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈതൻ പേജിന്റെയും മൈൽസ് ബോണിന്റെയും നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ അതെ, മൈൽസ് ബോൺ ഫൈനലി ചാമ്പ്യനായി, നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായി. അതൊരു എന്തോ ഒരു എനിക്ക് മാച്ച് നല്ലൊരു ഇതുണ്ടായിരുന്നു. വളരെ നല്ലൊരു മാച്ച് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരു ഫീൽ ഗുഡ് മൂവ്മെന്റ്. കാരണം മൈൽസ് ബോൺ കുറെ നാളായിട്ട് ഒരു ചാമ്പ്യൻ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, NXT വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ഫാമിലി, അവൻ്റെ അമ്മ ഓഡിയൻസിലുണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ മുമ്പിൽ അവന് ചാമ്പ്യൻ ആകാൻ പറ്റി എന്നുള്ള ഒരു ഫീൽ ഗുഡ് മൂവ്മെൻറ്റോടെ NXT ഈ ആഴ്ച അവർക്ക് എൻഡ് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു കാര്യം. കാരണം ഈതൻ പേജ് ഈ പറഞ്ഞ പോലെ ഇനിയൊന്നും ചെയ്യാനില്ല. ഈതൻ പേജ് ഡിഡ് എവറിത്തിങ് ഇൻ NXT. ഈതൻ പേജിനെ പയ്യെ മെയിൻ റോസ്റ്ററിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയൊരു അവസരമാണ്. ഒരു പക്ഷേ റെസ്ൽമേനിയയോടെ പയ്യെ കയറി വരുമായിരിക്കും. കാരണം ഈതൻ പേജ് NXT വരണമെന്നേ ഇല്ല. ഈതൻ പേജ് നമുക്കറിയാം. ഈതൻ പേജ് TNA മുതൽ, അല്ലെങ്കിൽ കാനഡയിലുള്ള ഈതൻ പേജിൻ്റെ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് റെസ്ലിംഗ് ഉണ്ട്, ആൽഫ 1 എന്ന് പറഞ്ഞ്. അവിടുന്ന് തന്നെ ഈതൻ പേജ് എന്തൊരു നല്ല വർക്കറാണെന്നും എന്തൊരു നല്ലൊരു ക്യാരക്ടറാണെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈതൻ പേജിനെ NXT പിടിച്ച് കുറേ നാൾ നിർത്തിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ അതെ, അത് ശരിയാ. ഈതൻ പേജ് മുന്നോട്ട് കയറി വരട്ടെ. ഞാൻ അന്നേരം ഓർത്ത് ചാമ്പ്യൻഷിപ്പ് പോയപ്പോഴത്തേന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ മിസ്റ്ററി ആയിട്ടുള്ള ഇതിൽ ഈതൻ പേജ് ആയിരിക്കുമോ. കാരണം ഈതൻ പേജിന്റെ ഇത് ഇവിടുത്തെ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി. അത് 360 നല്ല ഇതാണ്. ശരിക്കും പറഞ്ഞാൽ NXT നല്ലൊരു ഇതായിരുന്നു, റെയിനായിരുന്നു പുള്ളിക്ക്. വന്ന് കുറച്ച് ദിവസം 3 ആഴ്ച ആയപ്പോഴേ എങ്ങാണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴേ NXT ചാമ്പ്യനായി. പിന്നെ തൊട്ട് 365 ദിവസത്തിനുള്ളിൽ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനുമായി. പിന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു. ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ഇതായിരുന്നു അത്. അതെ അതെ, അവൻ അർഹിക്കുന്ന ഒരു പുഷ്. സത്യം പറഞ്ഞാൽ TNL അവന് ടാഗ് ടീമിൽ അവൻ എറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് AEW പോയി. AEWയിൽ അവനൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. കുറേ നാൾ അവൻ ആകെ സ്റ്റക്കായിപ്പോയി. പക്ഷേ WWE വന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. അവൻ്റെ ഹാർഡ് വർക്ക് അവസാനം അത് ഇതായി. അവൻ്റെ ഹാർഡ് വർക്കിനുള്ള ഒരു ഫലം അവന് കിട്ടി എന്നാണല്ലോ. സിമുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്ററി ബോക്സ് അൺബോക്സ് ചെയ്യുന്നത് കാത്തിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.